അവന്റെ കയ്യിൽ നിന്ന്. ഇങ്ങ് വരട്ടെ. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ നോക്കിക്കോ. ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും. ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം കുറഞ്ഞ മോന്തയ്ക്കൊഴിക്കും. ചേച്ചിയേ. ആഹാ, നീയാ? എന്റെ അടിച്ചതിനകത്ത് കയറരുത്. എന്റെ പൊന്നു ചേച്ചി, ഒരു തെറ്റ് പറ്റിപ്പോയി. കള്ള് തലക്ക് കയറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി. അറിഞ്ഞോണ്ടല്ല. നിനക്ക് എന്റെ കൂടെ കിടക്കണോ അല്ലടാ? അയ്യോ, മനസ്സാ വാഴ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ? ചേച്ചി എന്നെ ഇന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ. ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ? ചേച്ചി ചേച്ചി, ഞാനൊരു സാധനം കൊണ്ടാ വന്നത്. ഇതാ വരാല്. ഇവിടെ വേണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ചേച്ചി ഇത് കറി വെക്കണം. എന്നിട്ട് അതും കൂട്ടി ഉച്ചയ്ക്ക് എനിക്ക് ചോറും തരണം. എന്നിട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഞാൻ നന്നാക്കി തരാ. ഇവൻ കൊച്ചുകൂട്ടന്റെ മോൻ തന്നെ. കാല് നക്കാനും കുതികാൽ വെട്ടാനും അച്ഛനേക്കാൾ കേമൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇരുപത്തെട്ടാമത്തെ വയസ്സില് വീട് വയ്ക്കുമെന്നാ ഇന്നാളൊരാൾ കൈനോക്കി പറഞ്ഞ. മോളെ, നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുമോ? മോളെ, ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തി നോക്കും. ഇന്നെങ്കിലും രണ്ടു തരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചു ചോറ് കൊടുക്കണ്ടേ? ഇങ്ങനൊരു വൈഭവം എടുക്കില്ലാത്തൊരു പെണ്ണ്. ഇനി എന്നും ഇവിടുന്നുണ്ടാ മതി. നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടരിച്ചോറുണ്ണ. ഇത്രയൂടെ ഇടട്ടെ? വേണ്ട. വേണോന്ന് ചോദിക്കാണ്ട കിട്ടുകൊടറി. ഒരാണുണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വെക്കാനും വിളമ്പാനും ഒരു ഇതുള്ളൂ. അവിടെ ഇരുന്നോട്ടെ. അല്ല രമണി, ആ മെത്തപ്പായും തലയോടെ നിറയത്തി ഇട്ട് കൊടുത്തേ. ഊണ് കഴിഞ്ഞാലൊന്ന് കിടക്കണം. വേണ്ട, എനിക്ക് പോണം. അത്താഴത്തിന് ഇങ്ങ് പോര്. ഇനിയിപ്പോ സൗകര്യമായില്ലോ. തണുപ്പത്ത് വണ്ടി കിടക്കണ്ട. ഞാൻ ഈ ഇറയത്തൊരു കട്ടിൽ മേടിച്ചിടാം. അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോകും. എന്ന്? ഉടനെ പോണമെന്നാ വിചാരിക്കുന്നേ. ഇവിടെ ഇത്തിരി കടമുണ്ട്, അത് തീർത്തിട്ട് വേണം. ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റിയെന്ന് വരില്ല. തോന്നിയ ഒരു പോക്കാ. കേട്ടില്ലേ? അവൻ പോവാന്ന്. പിന്നെ പോണ്ടേ? നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം? പെണ്ണുങ്ങളായാലേ കുറച്ച് പുത്തിയും പോതൊക്കെ വേണം. അതെങ്ങനെയാ? പൂങ്കണ്ണീര് തുറന്നല്ലേ സമയമില്ല. വെട്ടുകത്തിയും കോടാലിയൊന്നും എടുക്കണ്ട. കൂലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ വിടണം. കണ്ട ഊച്ചാളികളെയൊക്കെ വിട്ടാലുണ്ടല്ലോ, വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും. ഞാനാരെയും വിട്ടില്ല. വേണ്ട, എല്ലാം എനിക്കറിയാം. പിന്നെ
ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക്. ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടി അടിച്ചേ ഉള്ളൂ. ഇനി പല്ല് 32 താഴെ ഇടും. പെണ്ണിന്റെ സ്വഭാവം കുറേശ്ശെ പഠിച്ചു തുടങ്ങിയല്ലോ. പൂങ്കണ്ണീര്. ഇനി ഇവന്മാരെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. ഇന്നോ നാളെ ഞാനങ്ങ് പോവും. പിന്നെ ഇവറ്റയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാ പോവില്ല. നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക്. വേറെന്നാണോ ചേച്ചി? ആ 100 വെളിച്ചെണ്ണ കൂടി. ജാനമ്മേ, ഓ ഇപ്പൊ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നടി? ഒരു വിധത്തിൽ അങ്ങ് കഴിഞ്ഞു പോകുന്നു മുതലാളി. ജാനം ചേച്ചി പുതിയ പെരയൊന്ന് വെച്ചു. അവക്കെന്താടാ, മരുമോൻ പോയെങ്കിലും ആണൊരുത്തം വന്ന് പെട്ട് കിട്ടിയില്ലേ? ദേ മുതലാളി, വേണ്ടാതിനൊന്നും പറയരുത് കേട്ടാ. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞു. ഇത് നല്ല കഥ. പഞ്ചാര കാക്കിലോ? പഞ്ചസാര കാക്കിലോ? മല്ലി 200. മല്ലി 200. ജീരകം 50. ജീരകം 50. വെളിച്ചെണ്ണ 100. വെളിച്ചെണ്ണ 100. നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം. എന്താ? ഒന്നുമില്ല, നീ ഇതാ തീടുത്തേച്ച്. വല്ലായ്മ വല്ലതും തോന്നണുണ്ടാ നിനക്ക്? ഇല്ല. പിന്നെന്താ നിനക്കൊരു ക്ഷീണം? എന്റെ ഭഗവതി, ഒരു ഏനക്കേടും വരുത്താതെ രണ്ടും രണ്ടിടത്താക്കി തരണേ. രാജമ്മ സമ്മതിക്കോ സണ്ണിച്ച? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ കടവിൽ എവിടെയെങ്കിലും നല്ലത്. നിങ്ങൾ പേടിക്കാതിരിക്കുന്നു. ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ രാജമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് വാ. രാജമ്മേ, രാജമ്മേ, ചോ ഇവളുടെ ഒടുക്കത്തൊരു ഉറക്കം. രാജമ്മേ, എന്താ? നീ ആ വാതിലും തുറക്കുന്നു. നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്നതാ. സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു. നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കാം. നിങ്ങൾ ഇങ്ങനെ കയറി വന്ന്. എങ്ങോട്ടാ? നീ ആ വാതിലടഞ്ഞ് നിൽക്കാണ്ട് ഇച്ചിരി മിനിങ്ങാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ടാ. ഇതെന്താ സത്രോ അല്ലെങ്കിൽ വേശ്യാലയോ? നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ട് കേട്ടടാ. ഞങ്ങൾ ഈ വരാന്തലെങ്ങനെ കുടിക്കണം? ഒരു ഈച്ച പോലും അറിയില്ല. സണ്ണിച്ചോ, നിന്റെ വീട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലം, അവിടെ കൊണ്ടുപോ. അധികം പറയണ്ട, ഇത് സണ്ണിച്ചന്റെ സ്ഥലമാ. ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. കേറി വാടി. കേറി വാടാ ചുണയുള്ളവന്മാര്. ഒരെണ്ണം മാനം മര്യാദയ്ക്ക് പോവില്ല. സണ്ണിച്ച, നമുക്ക് പോവാം. വാടി. എടി, ഞങ്ങളുടെയൊക്കെ കാരുണ്യത്തിലാണ് നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ഓർത്തോ? അയ്യ, അല്ലെങ്കിൽ നീയൊക്കെ എന്നെ മൂക്കിൽ വലിക്കും. എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്നവളാ രാജമ്മ. എല്ലാരെയും ശരിക്കറിയാം. പോയി പണി നോക്ക്. ഇപ്പൊ എന്തായി? സ്വന്തം നിന്നെ അടിക്കണ്ടേ? എടീ, നിനക്കൊരാപത്ത് വന്നപ്പോ ഞാനേ ഉണ്ടായുള്ളൂ. ഇപ്പൊ 4 ആളുടെ മുന്നിൽ വെച്ച് നീ എന്നെ കൊച്ചാക്കി. നീ ചെവിയിൽ വിളിക്കോ? ആ നുള്ളി. ചേച്ചി, മോന്തയ്ക്ക് വീക്കോളെ. ചേച്ചി നാട്ടോട്ട് പോയാ. ചേച്ചി പൊളിയായിട്ട് കേൾക്കാതെ വാടാ. ഇറങ്ങി പോടാ. വിടാ. വന്നിരിക്കുന്നവൻ പട്ടി തടിയൻ. ഇവനെയൊക്കെ ജീവനോടെ വെച്ചേക്കരുത്. കെട്ടിയ പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് കണ്ട തേവടിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന നാറികള്. ഇനി മതിയാക്ക്. ചന്ദ്രു, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടാനില്ല. പക്ഷെ വില ഇതിനെ കല്ലങ്ങ് താഴെട്ടേക്ക്. പെണ്ണുങ്ങളടുത്ത് വമ്പത്തരം കാണിക്കുന്ന മോശമല്ലേ വില ഇതാ? അല്ലേ തണിച്ച? ഓ, നീ വലിയ ആളെന്നോണ്ട. നീ ഇവളുടെ അടുത്തല്ലേ ആണത്തം കാണിച്ചത്. ഞാനിങ്ങനെ പാത്തും പതുങ്ങി നിന്ന് കുഞ്ഞനം കുത്തുകയും കല്ലെടുത്തെറിയുന്നല്ല ചെയ്തത്. കയ്യിൽ വെട്ടുകത്തിയും കൊണ്ട് നിൽക്കുമ്പോഴാ ചെകിട്ടത്തൊന്ന് കൊടുത്തത്. ചോദിച്ചു നോക്ക്. അത് നിങ്ങളെപ്പോലെ ഊളത്തൊരുവായിട്ട് വന്നിട്ടല്ല. തണ്ണിച്ചും പോവാൻ നോക്ക്. അതാ നല്ലത്. ചെല്ലടാ. അപ്പോ
എന്തായി? ഞാൻ പറഞ്ഞ പോലെ ഒത്തോ? അനുഭവിച്ചോ? ഞാൻ അന്നേ പറഞ്ഞതാ. ആ എടാ കൊച്ചനെ, നിന്റെ ചേച്ചിക്ക് നല്ല അടിയുടെ കുറവാ. ഇപ്പൊ നിനക്കതല്ല, അല്ലെ പിടിച്ചൊരു മൂക്കേറിട്. ഇനി ഇവന്മാരെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും. പിന്നെ ഇവന്മാരെയൊക്കെ പെരട ഉള്ളിൽ നിന്ന് അടിച്ചിറക്കിയാ പോവില്ല. നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക്. രമേശ, എടാ രമേശ. ചേച്ചി ഉറങ്ങിയില്ലേ? എടാ, അയാൾ ഏത് നാട്ടുകാരനാ? ആര്? അയാള് ചന്ദ്രു. ആ, എനിക്കറിയാൻ പാടില്ല. അയാൾ ഇവിടുന്ന് പോവാത്രേ. ഈ നാടിന് എന്തു കുഴപ്പമാണാവോ? വേലയും പണിയില്ലേ, നല്ല കാശും കിട്ടുന്നുണ്ട്. ആ, പോന്നോര് പോട്ടെ, നമുക്കെന്ത് ചെയ്തും. നടന്നില്ലെന്നേ. ഞാൻ മുതലാളിനെ കാണാൻ ദേവസ്വം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആഹാ, ചന്ദ്രുവിനെ കണ്ടറപ്പേലേ? അവിടെ ഉണ്ട്. ചന്ദ്രു, എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട്? രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നു എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? കാര്യം എന്താന്ന് പറ. ഞങ്ങൾക്ക് ആരുമില്ല. ചന്ദ്രുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനല്ലടാ. മോങ്ങാതെ കാര്യം എന്താ വെച്ചാ പറഞ്ഞേ. കാശ് വല്ലതും വേണോ? പിന്നില്ലാതെ ഞങ്ങൾക്ക് ആരാ തരമുള്ളത്? ആ പെണ്ണാണെങ്കിൽ ദിവസം ചോറും കറി വെച്ച് കാത്തിരിക്കുക. കുമാര, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത്? എടി ശാന്തേ, നീ എന്നെ കണ്ടറിയില്ലേ? നിങ്ങളല്ലേ ഞങ്ങളെ കണ്ടറിയാത്തെ? ആഹാ. എന്നാ ഓ മോനെ, രാത്രി ചോറ് തിന്നാൻ വരണട്ടാ. അറിയോ? ഓ ആർക്കറിയണം? അകത്ത്. ആ, നിന്റെ സമയം. അകത്ത് 5 രൂപ. പുറത്തഞ്ച് രൂപ. അകത്ത് 5 രൂപയും കൂടി. എന്താ വച്ച് നോക്കുന്നോ? വേണ്ട. എന്താ കാശ് പോകുന്ന പേടിച്ചാ? പേടിച്ചിട്ടൊന്നുമല്ല. എന്ത് പേടിക്കാനാ? ഒരുപാട് കളിച്ച് കളഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നിന്ന് തലവരി പോണേ കാശ് കുറേ വേണം. കളിച്ച് കളഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാടത്തരം അടുത്തോ? മടുത്തിട്ടൊന്നുമല്ല, പോണം.